എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യം അങ്ങനെ ആഹ്ലാദത്തിൻ്റെ പരകോടിയിലാണ്. പെഹൽഗാമിൽ പൊലിഞ്ഞ 28 സാധാരണ ജീവനുകൾക്ക് ഇന്ത്യൻ സർക്കാർ നീതി ഉറപ്പാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് പുലർച്ചെ പാകിസ്ഥാനായിട്ട് ഏകദേശം 300ഓളം പ്രിസിഷൻ മിസൈലുകളാണ് ചെന്നു പതിച്ചത്. അവിടെ ലഷ്കറിൻ്റെയും ജയ്ഷയുടെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഭസ്മമായി. ഏകദേശം 300ഓളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ തെളിവ് ചോദിച്ചിട്ട് ഇനി രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വരേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ വീഡിയോസ് പാകിസ്ഥാനിലെ സിവിലിയൻസ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യയിൽ പോലും ഭയങ്കര വൈറലായിരിക്കുകയാണ്. അപ്പോൾ ഇനി ആരും തെളിവ് ചോദിച്ച് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതോടുകൂടി, ഈ അറ്റാക്കോടുകൂടി പെഹൽഗാമിൽ പൊലിഞ്ഞ 28 ജീവനുകൾക്ക് ഇന്ത്യ നീതി ഉറപ്പാക്കി. അങ്ങനെയാണ് വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്ററൊക്കെ എന്താ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ ജനത ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആഹ്ലാദത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. അതായത് നിരപരാധികളായ, മതം നോക്കിയിട്ടാണ് നിരപരാധികളായി 28 പേരെ ഈ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നത്. അന്ന് കലിമ ചൊല്ലിയിട്ടാണ് അവർ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഉറപ്പുവരുത്തിയത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ചില വീഡിയോസ്, പാകിസ്ഥാൻ സിവിലിയൻസ് തന്നെ പുറത്തുവിട്ട വീഡിയോ പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്നറിയാം. അതായത് ഈ ഇന്ത്യൻ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ ക്യാമ്പിൽ നിന്ന്, ജയ്ഷയുടെയും ലഷ്കറിൻ്റെയൊക്കെ ക്യാമ്പിൽ നിന്ന് തീവ്രവാദികൾ ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർ കലിമ ചൊല്ലുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കി, കാലത്തിൻ്റെ കാവ്യനീതി, ആ കർമ്മ അതിന് അവസരം കിട്ടുമ്പോൾ ഡബിൾ സ്ട്രോങ്ങിൽ തിരിച്ചടിച്ചിട്ടുണ്ടോ. അന്ന് പെഹൽഗാമിൽ നിരപരാധികളായ ആൾക്കാരെ കലിമ ചൊല്ലിച്ച് ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കൊന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ ജീവനും കൊണ്ടോടുമ്പോൾ ഇതേ തീവ്രവാദികൾ കലിമ ചൊല്ലിയിട്ട് ജീവനും കൊണ്ടോടി. ആ വീഡിയോ ഫുട്ടേജുകൾക്ക് ഭയങ്കര വൈറലാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് നീതി ഉറപ്പാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിന് പേരിട്ടിരിക്കുന്നത് എന്താണെന്ന് പറയുക, ഓപ്പറേഷൻ സിന്ദൂർ. ഈ പേര് നിശ്ചയിച്ച തന്നെ സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. സൈന്യത്തോട് നിർദ്ദേശിച്ചത് ഒരു പേര് കൊടുക്കണമെന്ന് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്നത്? നമുക്കറിയാം, ഇവിടെ കൊല്ലപ്പെട്ടത്, പെഹൽഗാമിൽ കൊല്ലപ്പെട്ടത് എന്താ പറയേണ്ടത്, സ്ത്രീകളും കുട്ടികളും വെറുതെ വിട്ടിരുന്നു. അതായത് ഒരു ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി, ഭയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ സിന്ദൂരം വായിക്കേണ്ടി വന്ന നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഇതൊരു നീതി നടപ്പാക്കുന്നു എന്താ പറയുക, അത് അങ്ങനത്തെ ഒരു കാര്യം മനസ്സിൽ കണ്ടാണ് നരേന്ദ്രമോദി ഇതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അറ്റാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യ ഒരിക്കലും ബോർഡർ ക്രോസ് ചെയ്യാതെയാണ് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ, പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ രാജ്യങ്ങളും വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണ്ടപ്പെട്ട എല്ലാ രാജ്യങ്ങളും വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ സിവിലിയൻസിനോ പാക് ആർമി ബേസിനോ അറ്റാക്ക് ചെയ്യില്ല. നേരെ മറിച്ച് നമ്മുടെ ടാർഗറ്റ് അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകളായിരുന്നു. അപ്പോൾ അതുമാതിരി തന്നെയാണ് ഏകദേശം 300ഓളം മിസൈൽസ്, പ്രിസിഷൻ മിസൈൽസാണ് ഇന്ത്യ അയച്ചത്. ഏകദേശം 1500ഓളം കിലോമീറ്റർ ഇതിന് ഡാമേജ് ഉണ്ടായെന്ന് പറഞ്ഞത്. ഏകദേശം ഈ ബവൽപൂരിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അത് മാത്രമല്ല, ഈ ബവൽപൂരിൽ ലഷ്കറും ക്യാമ്പുണ്ട്. ലഷ്കറിന് അത്യാവശ്യം വലിയൊരു ക്യാമ്പുണ്ട് അവിടെ. ഈ അടുത്ത കാലത്ത് ലഷ്കർ കമാൻഡർ ഹഫീസ് സയ്യിദിനെ, ബവൽപൂരിലായിരുന്നു അവിടെ പൂർവാധികം പാകിസ്ഥാൻ ആർമിയുടെ സെക്യൂരിറ്റിയിൽ തന്നെയായിരുന്നു ഹഫീസ് സയ്യിദ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം എന്തായാലും ഇവരുടെ ക്യാമ്പുകൾ ആക്രമിക്കും എന്നുള്ള ഒരു വ്യക്തമായ വിവരം അവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബവൽപൂരിൽ നിന്ന് എന്താ പറയണ്ടേ, ഈ ലഷ്കർ കമാൻഡിനെ ലഹോറിലേക്ക് മാറ്റി. ലഹോറിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത്, അത്യധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയത്. അവർക്കറിയാം, ഇന്ത്യ ഒരിക്കലും സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല. സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തത് അതിന് വേറെ ഡയമെൻഷൻ കൈവരും. അതൊക്കെ ഉപയോഗിച്ച് അവർക്ക് UN-ലൊക്കെ എന്താ പറയുക, ഇന്ത്യനെ പ്രതിരോധത്തിലാഴ്ത്താന്നില്ല കണ്ടിട്ടാവാം. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തായാലും ഇന്ത്യ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ലാന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴത്തെ അറ്റാക്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം 300ഓളം ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ്. അതിനകത്ത് ഈ ജയ്ഷയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഭസ്മമായി. പിന്നെ എന്താ പറയുക, ലഷ്കറിൻ്റെ ഒരുപാട് ക്യാമ്പുകളുണ്ട്, പരിശീലന ക്യാമ്പുകളിലും അതും എന്താ പറയുക കുറേ ഏകദേശം മുഴുവനായിട്ടും അതും ഭസ്മമായ അവസ്ഥയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് സമീപകാലത്ത് 1971 ശേഷം എന്താ പറയുക ഉണ്ടായ ഏറ്റവും വലിയൊരു ആക്രമണം തന്നെയാണ്. ഏകദേശം 1500ഓളം കിലോമീറ്ററാണ് അവിടെ ഡാമേജ് ഉണ്ടായത്. അപ്പോൾ ഇനി എന്താ പറയുക, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ പാകിസ്ഥാൻ മന്ത്രി അറ്റാക്ക് ഉണ്ടായതിനു ശേഷം പാകിസ്ഥാൻ്റെ മിനിസ്റ്റേഴ്സൊക്കെ എന്താ ചെയ്തെന്നറിയോ, ഇന്ത്യ നമ്മുടെ ഒരുപാട് സിവിലിയൻസിനെ കൊന്നു തരത്തിൽ ട്വീറ്റ് ഇട്ടിരുന്നു. പക്ഷേ ഈ സിവിലിയൻസ് തന്നെ എന്താ പറയുക, നമുക്ക് ഡാമേജ് ഉണ്ടായിരുന്നില്ല. അവർ കറക്റ്റ് പ്ലേസും അതുകൊണ്ട് ലൊക്കേഷനൊക്കെ വെച്ചിട്ടാണ് ഈ പാകിസ്ഥാൻ മിനിസ്റ്റേഴ്സ് ട്വീറ്റ് ചെയ്തത്. ഇന്ന ഏരിയയിൽ ഇത്ര ആൾക്കാർ ഡാമേജ് ഉണ്ടായി, ഇത്ര ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു എന്നൊക്കെ. പക്ഷേ അവിടുത്തെ സിവിലിയൻസ് തന്നെ എന്താ പറയുക, അവിടുത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം എന്താ പറയുക, അത് ഭയങ്കര വൈറലായ ആൾക്കാർ അതൊക്കെ വെച്ച് ഡിസ്കഷനൊക്കെ നടത്താൻ തുടങ്ങി. അതിനുശേഷം വെറും 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ട്വീറ്റൊക്കെ പിൻവലിച്ചു. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എന്താ പറയുക, ഇതൊരു ഡോസാണ്. എന്താ പറയുക, ഇനി ഇന്ത്യ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ച് ഒരു മെസ്സേജ് കൊടുത്തു. ഇന്ത്യ കൊടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഫുൾ ഫ്ലഡ്ജ് വാറിന് റെഡിയാണ്. അപ്പോൾ ഇന്ത്യ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അതായത് ആൾക്കാർ ചോദിച്ചില്ലേ, സോഷ്യൽ മീഡിയ, ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളൊക്കെ ചോദിച്ചില്ലേ, എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ എന്താ പറയുക മടിക്കുന്നു എന്നൊക്കെ. എന്തൊരു ഇത്ര ദിവസം എടുക്കുന്നത്? കറക്റ്റ് 14 ദിവസം കഴിഞ്ഞു. 16 മിനിറ്റ് കനത്ത ആക്രമണമായിരുന്നു. ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 300ഓളം മിസൈലുകളാണ് അങ്ങോട്ട് അയച്ചത്. അപ്പോൾ
ഈ 14 ദിവസം എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിന് ഇന്ത്യ പ്രിപ്പറേഷൻ എടുക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിലേ. ഇനിയിപ്പം പാകിസ്ഥാൻ ഉണ്ടല്ലോ, പാകിസ്ഥാനി ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് ക്യാമ്പുകളാണ്. പാകിസ്ഥാൻ ഇനി ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ 2 ഓപ്ഷൻസ് അവർക്കുള്ളൂ. ഒന്ന് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ബേസ് അറ്റാക്ക് ചെയ്യുക. ഇന്ത്യയിൽ തീവ്രവാദ ക്യാമ്പുകളില്ലല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു വാദം ഉന്നയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയേണ്ടത്, അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടാലിയേഷൻ ഇന്ത്യയുടെ സൈഡിൽ നിന്നുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഓൾറെഡി നടത്തി കഴിഞ്ഞു ഇന്ത്യ. ഏത് നിമിഷവും, അതായത് പാകിസ്ഥാൻ ഇങ്ങോട്ട് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടി കൊടുക്കും എന്ന തരത്തിലുള്ള ഓൾറെഡിയുള്ള പ്രിപ്പറേഷൻ എല്ലാ സൈഡിലും, അതായത് എന്താണ് പഞ്ചാബ് ആ സൈഡ് തൊട്ട് ഇവിടെ എന്താണ് LOC വരെ എല്ലാ സൈഡിലും ഇന്ത്യ സുസജ്ജമായിരിക്കുകയാണ് ഇവന്മാർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ വന്ന ഒരു പത്രസമ്മേളനത്തിൽ അവിടുത്തെ ഷഹബാസ് ഷെരീഫ്, അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ത്യയെ തിരിച്ചങ്ങോട്ട് എന്താ പറയുക തക്കതായ മറുപടി കൊടുക്കും, പക്ഷേ സിവിലിയൻസിനൊന്നും അങ്ങനെ എന്താ പറയുക സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആരെ അറ്റാക്ക് ചെയ്യുക? ഇന്ത്യൻ ആർമി ക്യാമ്പിനെ അവർ അറ്റാക്ക് ചെയ്യുമോ? അപ്പോൾ ഇവിടെ തീവ്രവാദ ക്യാമ്പുകളില്ലല്ലോ. അങ്ങനെ ഇവിടുത്തെ ഇന്ത്യൻ ആർമി ക്യാമ്പുകൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. പാകിസ്ഥാൻ 1-2 ആർമി ബേസിലേക്ക് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര പ്രശ്നമായിരിക്കും. എന്താ പറയുക, അതിഗുരുതരമായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. പാകിസ്ഥാനുള്ള നാശനഷ്ടങ്ങൾ അതിഗുരുതരമായിരിക്കും ഇവർ ആർമി ക്യാമ്പൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാകിസ്ഥാൻ ആർമി ക്യാമ്പ് ഈ സിവിലിയൻസിൻ്റെ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ ഇന്ത്യ കുറച്ച് ഡിഫൻസ് മോഡിലാവുമല്ലോ. അപ്പോൾ ഇന്ത്യ എപ്പോഴും സിവിലിയൻസിനൊക്കെ അധികം ഡാമേജ് ഇല്ലാത്ത തരത്തിലായിരിക്കാം അറ്റാക്ക് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയാണ് ഇപ്പം കുറേ പട്ടാള ക്യാമ്പുകൾ സിവിലിയൻസ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനും ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ വരുവാണെങ്കിൽ ഇന്ത്യ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അതായത് സിവിലിയൻസ് ഒന്നും നോക്കാൻ സാധ്യതയില്ല. മാക്സിമം ഡാമേജ് പാകിസ്ഥാൻ്റെ ആർമിക്കും ഇവർക്കൊക്കെ ഉണ്ടാക്കാനാണ് സാധ്യത. അപ്പോൾ എന്ത് ചെയ്യാനാലും ഈ അറ്റാക്കിൽ മിറാഷ് യുദ്ധവിമാനങ്ങളും റഫേലും പങ്കെടുത്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ റഫേൽ ഇതുവരെയായിട്ടും ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിൽ പങ്കെടുത്തില്ല. ശരിക്കും എന്താ പറയുക, റഫേലിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് പരിശോധിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്ന് ഈ ഒരു അറ്റാക്ക്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും രാജ്യത്തെ ജനങ്ങൾ, രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയൊരു ആഹ്ലാദത്തിൻ്റെ ഒരു നിമിഷമാണ്. നമ്മൾ 2 ആഴ്ചയായി കാത്തിരിക്കുന്നത്. എപ്പോൾ തുടങ്ങും, എപ്പോൾ പൊട്ടിക്കുന്ന ഇങ്ങനെ എന്താ പറയുക ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും നാളെയായിട്ട് ഇവിടെ മോക്ക് ഡ്രിൽ നടത്തേണ്ട പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ അപ്പോൾ അതൊരു മെസ്സേജായിരുന്നു പാകിസ്ഥാന്. മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മോക്ക് ഡ്രിൽ നടത്തിയതിനു ശേഷം ആയിരിക്കുമല്ലോ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലിയർ മെസ്സേജ് പാകിസ്ഥാനും കൊടുത്തിട്ട് അന്ന് പുലർച്ചെ തന്നെ അവിടെ കയറി അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ്. എന്താ പറയുക, ഇവിടെ ഞങ്ങളുടെ മണ്ണിൽ കയറി വന്ന് ഇമാതിരി പോക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. ഇതൊരു സാമ്പിളാണ്, ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. എന്താ പറയുക, പൂരം പുറകെ വരുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ വെയിറ്റ് ചെയ്യാണ് ഏതെങ്കിലും തരത്തിലുള്ള റിട്ടാലിയേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന്. ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഭസ്മമാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.